നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു സർ. പത്മാവതി, കേട്ടോ. പോട്ടെ മോളെ. ഇതെന്തൊരു ശല്യവാ! ഒരു നേരത്തെ മനുഷ്യര് സ്വസ്ഥത അല്ലാന്ന് വെച്ചാ ഇതിന്റെ വായിൽ വല്ല തുണിയും വെച്ച് അടച്ചു വെക്കേ. ചേച്ചി എന്താ നിനക്ക് പിടിച്ചില്ലേ? ചേച്ചി ഒരു അമ്മയാ, ആ വിചാരമെങ്കിലും വേണം. അതേടി, ഞാനും ഒരു അമ്മയാ. എനിക്കും ഒരു മകനുണ്ട്. പക്ഷേ ഈ കീറ്റാൻ പെട്ടിയെ പോലെ അവൻ കിടന്ന് കരയുന്നുണ്ടോ? അവനിപ്പോ വളർന്നില്ലേ? നേരത്തെ അവനും ഇതുപോലെ കരഞ്ഞ് ബഹളം വെച്ചിരുന്നില്ലേ? അതുകൊണ്ട് നിനക്കെന്താടി? ഇതേ അവന്റെ അമ്മാവന്റെ വീടാ. അത് നല്ല തമാശ. അങ്ങനെയാണെങ്കിലേ ഇത് ഇവളുടെ അച്ഛന്റെ വീടാ. ഓ, ഒരവകാശി. അതെ, പ്രതാപൻ എന്റെ അനിയനായതിനു ശേഷമാ നിന്റെ ഭർത്താവായതും ഈ കീറ്റാൻപിട്ടിയുടെ അച്ഛനായതും ഒക്കെ. മതി മതി, ഈ ചേച്ചി മഹത്വം പറഞ്ഞ എന്നെ എന്റെ ഭർത്താവിനും തമ്മിൽ അകറ്റിയത്. എന്നിട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ലല്ലേ? അതെങ്ങനെ മതിയാകും? നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വരെ എനിക്കൊന്നും മതിയാവില്ല. നീ കണ്ടോ, എന്നേക്കുമായി നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. എന്നിട്ട് എന്റെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് പ്രതാപന് കല്യാണം കഴിച്ചു കൊടുക്കും. ഒരു സ്ത്രീയുടെ കുടുംബജീവിതം താറുമാറാക്കിയിട്ട് മതിയാവാതെ അവളെ തെരുവാധാരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങള് ഒരു മനുഷ്യ സ്ത്രീയാണോ? നീ പറഞ്ഞതേ സത്യവാ. നിന്റെ മുന്നിലേ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല, നിന്റെ ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന യക്ഷിയാ, യക്ഷി. അയ്യോ, പരമ ദുഷ്ടേ! വന്ന് നിന്റെ പരാക്രമം കുഞ്ഞുങ്ങളോട് പോലും ആയോ? നിന്നെ ഞാൻ ഇതെന്റെ ചേച്ചിയാ. അമ്മയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന എന്റെ ചേച്ചി. ആ ചേച്ചിയാണ് നീ ഒരു കൂസലില്ലാതെ കരണത്തടിച്ചത്. ഇവര് ചെയ്തത് എന്താണെന്ന് ഇദ്ദേഹം കണ്ടില്ലല്ലോ. അംബികേച്ചി വല്ലതും ചെയ്തെന്ന് വെച്ച് കരണത്തടിക്കാൻ നീ ആരടി? തല്ലുകല്ല, കൊല്ലുക വേണ്ട നിന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കുഞ്ഞിനെ എടുത്തോണ്ട് പൊയ്ക്കോളണം അവിടുന്ന്. മേലാൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. പോ, മുമ്പിൽ നിന്ന് പോകാൻ. വണ്ടി എടുക്ക, വേഗം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.